യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ദേവിയുടെ മഹത്വത്തെക്കുറിച്ച് അല്ലെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന പ്രോഗ്രാം. ഒപ്പം നിങ്ങൾക്ക് ഫലം ഫ്രീ ആയിട്ട് ഇവിടുന്ന് അങ്ങനെ പറഞ്ഞു തരുന്നു. അതാണ് അതിൻ്റെ കാര്യം. പക്ഷെ അത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എപ്പോഴും ഇയാൾ ഫ്രീ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയില്ല. ഇവിടെ മാത്രമേ ഫ്രീ ഉള്ളൂ. വീട്ടിൽ വിളിച്ചിട്ട് പലരും ഫ്രീ ആയിട്ട് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, നമുക്ക് അരി മേടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ അരി വാങ്ങാൻ വേറെ വഴിയൊന്നുമില്ല ഇപ്പം നിലവിൽ. അപ്പം അതുകൊണ്ട് അത് സാധിക്കില്ലല്ലോ ആർക്കായാലും. ചാക്കരി മേടിക്കണമല്ലോ. അതെല്ലാവരും ഓർമ്മിക്കുക. അതുകൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വിളിക്കുമ്പോൾ അതിന് ദക്ഷിണ അയച്ചുകൊണ്ട് മാത്രമേ ഫലം അറിയാൻ നിങ്ങൾ ശ്രമിക്കാവൂ. ഫ്രീ ആയിട്ട് അറിയാൻ ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വേറെ വരുമാനം കുറേ ആനയുടെ വാടകയൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പം ആനയാണല്ലോ താരം കാട്ടിലും നാട്ടിലും. കുറേ ആന ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുന്നള്ളിപ്പിനെല്ലാം കൊടുത്താൽ കുറേ പൈസയൊക്കെ വരില്ലേ. കുറേ JCB അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാടകയൊക്കെ കൊടുത്താൽ അതൊന്നും എനിക്കില്ല. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പയ്യന്നൂരിൽ നിന്നേ. പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറയൂ. 2010 ജൂലൈ 14 രാവിലെ 8:45. ജൂലൈ 14 രാവിലെ 8:45. ആയില്യം നക്ഷത്രം. അതെ. ആരാ? മകളാണോ മകനാണോ? മകൻ. ഇപ്പോൾ 9ാം ക്ലാസ്സാണോ? അതെ, 9. എന്താണ് അറിയേണ്ട വിഷയം? പഠിപ്പും പിന്നെ ആരോഗ്യം സംബന്ധിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പഠിപ്പൊന്നും അത്ര വേണ്ടത്ര കാണുന്നില്ലല്ലോ. 2 ശനി ഗുളികനുമായിട്ട് യോഗം ചെയ്യുകയാണ്. 2ാം ഭാവാധിപം 12. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ വേണ്ടത്ര പഠിപ്പില്ല, അതല്ലേ, തൃപ്തിയില്ല. അതാണ്. പിന്നെ ശരീരം ഒരു ശോഷിച്ച പ്രകൃതവും കാണിക്കും. ലഗ്നത്തിൽ ചൊവ്വയാണ്. അതെ, ശരീരം അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതൊക്കെ കുറേ വളർന്നു വരുമ്പം കുറേയൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പം നടക്കുന്നത് പക്ഷെ നല്ല ദശയൊക്കെയാണ്, ശുക്രൻ്റെ ദശയാണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജാതകത്തിലെ ദോഷങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല. അത് 24 മുതൽ കൂടുതൽ മോശമായിരിക്കുന്നു. ഇപ്പം രാഹുവിൻ്റെ അപഹാരമാണ്. അപ്പോൾ ദുർബുദ്ധിയായിട്ട് വരുന്നത് നോക്കണം. ഇപ്പോൾ പഠനകാര്യത്തിൽ മാത്രമല്ല, തല തിരിഞ്ഞു പോകാനുള്ള സമയവും കൂടിയാണിത്. രാഹു 5ലെ സർപ്പം ദുർബുദ്ധിയിലേക്ക് നയിക്കുമെന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അവൻ്റെ കാര്യത്തിൽ നോക്കുക. പിന്നെ പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കാഠിന്യം ഒന്ന് കുറക്കാൻ പറ്റും. പിന്നെ ഗുരുവായൂർ പോയിട്ട് ആ ആരോഗ്യ വിഷയത്തിലൊന്ന് കദളിപ്പഴം കൊണ്ടൊന്ന് തുലാഭാരം തൂക്കുക ഭഗവാന്. അത് നല്ലതാണ്. അച്ഛൻ മോശമില്ലാത്ത അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ല, അച്ഛന് ദാരിദ്ര്യമാണ്. അച്ഛൻ മരിച്ചും പോയോ? ഓ, അതെ. അല്ല, അത് എത്ര വയസ്സിൽ പോയി? ഇവൻ 6 വയസ്സുണ്ടാവോ? അല്ല, അത് ഇവൻ്റെ ജാതകപ്രകാരം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇവൻ്റെ ജാതകപ്രകാരം സൂര്യൻ 11ലാണ്. 9ാം ഭാവോതി ലഗ്നത്തിൽ ഉദിച്ചിരിക്കുന്നു. അങ്ങനെ ഇവൻ്റെ ജാതകത്തിൻ്റെ ഫലമായിട്ട് അത് പറയാൻ പാടില്ല.
അദ്ദേഹത്തിൻ്റെ ദോഷം തന്നെ ആയിരിക്കും, അല്ലെ നിങ്ങളുടെ ജാതകത്തിൽ വൈദവ്യയോഗം ഉണ്ടാവാം. അതൊക്കെ അല്ലാതെ ഇവൻ്റെ ജാതകപ്രകാരം അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അല്ല, നമ്മൾ ഓരോരോ പിന്നെ ഇതുണ്ടല്ലോ ജ്യോതിഷത്തിൽ 9ാം ഭാവം കൊണ്ടാണ് അച്ഛനെ ചിന്തിക്കുക, പിന്നെ സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഇവിടെ നെഗറ്റീവായിട്ട് കാണുന്നില്ല. അപ്പോൾ പിന്നെ അത് അങ്ങനെ വന്നപ്പോൾ അത് ഇവൻ്റെ പിന്നെ തകരാറാണ്, അല്ലെങ്കിൽ ഇവൻ്റെ കുഴപ്പമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു തലത്തിലേക്ക് ഇത് വരുമ്പോൾ അത് ചിന്തിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു ദോഷമുണ്ട്. അതായത് ആയില്യം നക്ഷത്രത്തിന് ഗണ്ടാന്ത ദോഷമുണ്ട്. ആ ഗണ്ടാന്ത ദോഷം നിങ്ങളുടെ കുട്ടിക്കുണ്ട്. അത് ഞാൻ വിശദമായിട്ട് നോക്കിയില്ല. ഇപ്പം നോക്കുമ്പം പിന്നെ ഗണ്ടാന്ത ദോഷത്തിലാണ് ജനിച്ചത്. ഗണ്ടാന്തത്തിൽ ജനിച്ചാൽ പക്ഷെ കണ്ടുവരുന്നത് 1 വയസ്സിലിടക്ക് അച്ഛൻ പോകുന്നതായിട്ടാണ്. ഇവിടെ 6 വയസ്സ് വരെ അത് നിന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഗണ്ടാന്ത ദോഷം ബാധിച്ചോ എന്നുള്ള ഇപ്പം എനിക്ക് സംശയമുണ്ട്. എല്ലാം വേഗത്തിൽ ഫലം പറയുന്നതല്ലേ, എല്ലാം ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇപ്പം നോക്കി വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഗണ്ടാന്തമുണ്ട്. അപ്പോൾ ഗണ്ടാന്തത്തിൽ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്തക്കും തള്ളക്കും ഒക്കെ ദോഷമുണ്ട് എന്നൊക്കെയാണ്. അത് തന്തക്ക് വന്നതുകൊണ്ട് തള്ളയുടെ കാര്യം ഇനി പ്രശ്നമില്ല, അമ്മയുടെ കാര്യത്തിൽ വിഷമമില്ല. അല്ല, അച്ഛന് വന്നു കഴിഞ്ഞല്ലോ, ഓൾറെഡി വന്നു പോയല്ലോ. അല്ല, അതുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ അത് പിന്നെ ഇങ്ങനെ ജ്യോതിഷത്തിൽ ഗണ്ടാന്തത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അത് പറയാതിരിക്കാനും പറ്റില്ല. പക്ഷെ മറിച്ച് അദ്ദേഹത്തിനും വേറെ അല്പായുസ് യോഗമായിരിക്കാം. അതൊന്നും ഇപ്പോൾ ഞാൻ വിശദമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും മകൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പിന്നെ ഇതുള്ളത് കൊണ്ട് ഇവൻ്റെ സ്വന്തം നിലയിൽ ഇവനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ എന്നെ വിളിച്ച് ബന്ധപ്പെടുക. അതാണ് ഇപ്പോഴും ഈ സമയം അത്ര പ്രാധാന്യമുള്ള കാലഘട്ടമല്ലേ. അതുകൊണ്ടാണ്. അപ്പോൾ 2ൽ ഗുളികൻ ശനിയുമായിട്ടൊക്കെ യോഗം 2ാം ഭാവം കൊണ്ടാണ് വിദ്യയെ ചിന്തിക്കുക. പിന്നെ 2ാം ഭാവാധിപൻ മറിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ എന്താണ് പറയുക, പിന്നെ ചന്ദ്രന് തീരെ ബലമില്ല. ഈ ബുദ്ധിയോ മനസ്സും ഒക്കെ ഇതാവുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പഠനകാര്യത്തിൽ ആത്മവിശ്വാസ കുറവുണ്ടാവുക, പരീക്ഷ എടുക്കുമ്പം പേടി വരിക, ഇങ്ങനെ ഉള്ള ദോഷങ്ങളൊക്കെ കുട്ടിക്കുണ്ടാവുമെന്നാണ്. അപ്പോൾ ഇനി മുതിർന്ന 10ാം ക്ലാസ്സിലേക്ക് വരുന്നു, പിന്നീട് +2, അതൊക്കെ ഏറ്റവും നിർണായകമായ കാലഘട്ടമല്ലേ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശരിയാക്കി എടുത്തില്ലെങ്കിൽ പിന്നീട് പിന്നെ എന്താണ് പറയുക, നമുക്ക് ഒരു ഭാവി ഉണ്ടാവുമോ? സാധാരണ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പം നോക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ വേണ്ട രൂപത്തിലുള്ള കൈകാര്യം ചെയ്യണം. നിങ്ങളത് ആലോചിച്ചിട്ട് വിളിക്കൂ എന്നെ. ഓക്കെ, തീർച്ചയായും വിളിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഈ ജ്യോതിഷത്തിൽ പലതരത്തിലുള്ള ബലം പറച്ചിലാണ്. അതാണ് പെട്ടെന്ന് ബലം പറയുമ്പോൾ ഉണ്ടാകുന്ന പരിമിതിയാണ്. എന്താണ് ഇങ്ങനെ കുട്ടിയുടെ അച്ഛൻ, അപ്പോൾ ആ ഭാഗം എല്ലാം ശ്രദ്ധിക്കാനാവില്ല TV പ്രോഗ്രാമിലെന്ന് ഞാൻ പറയുന്നത് വളരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിൻ്റെ കാരണം ഗണ്ടാന്തത്തിൻ്റെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ അതാണ് പിന്നെ വിശദമായിട്ട് അത് പണ്ടൊരു പണ്ഡിതൻ പറഞ്ഞ പോലെ അതെന്ത് ഇന്ദ്രജാലമാണ് അയാൾ കാണിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ദ്രജാലം കാണിക്കുമ്പോൾ പലപ്പോഴും പാളിച്ച വരും. അത് പറയാൻ എനിക്കൊട്ടും മടിയുമില്ല. കാരണം ഞാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് പരിമിതിയുണ്ട്. TV പ്രോഗ്രാമിന് TVയിലൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് നിശ്ചയമായിട്ടുമുണ്ട്. ഇനി പിന്നെ ലോകം മൊത്തം മാറി വരികയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ജ്യോതിഷമൊക്കെ ഉണ്ടാവും. AI-യുടെ പുതിയ തരംഗം അടിക്കാൻ നോക്കുമ്പോൾ 50 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചൊരു ലേഖനം ഞാൻ വായിച്ചു. അത് അയാൾ വലിയ ഒരു പണ്ഡിതനും കൂടിയാണ്. നമുക്കൊരാൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അയാൾ വെറുതെ വെച്ച് കീറുന്നതല്ലെന്ന്. അപ്പോൾ ലോകത്തിന് വരുന്ന പരിവർത്തനത്തിനെക്കുറിച്ച് ഒരു ജീനിയസായ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അത് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നമുക്കിപ്പം എനിക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നുണ്ട് നിശ്ചയമായിട്ടും. അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എൻ്റെ തലമുറ
ഈ അത്ഭുതകരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മളുടെ തലമുറയിൽ ജനിച്ച, അതായത് ഇപ്പോൾ 60 വയസ്സ് എറൗണ്ടിലുള്ള ആൾക്കാരാണ് ഈ നമ്മുടെ ഭാരതത്തിനായിക്കോട്ടെ ലോകത്തിനായിക്കോട്ടെ വന്ന മഹാപരിവർത്തനങ്ങൾ. അത് അതിദ്രുതഗതിയിലുള്ള പരിവർത്തനമാണ്. അതുവരെ പരിവർത്തനം നടന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പരിവർത്തനങ്ങൾ പ്രപഞ്ചത്തിൽ ഉടനീളം സംഭവിക്കും. മറ്റേ ഇയാൾ പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞതുപോലെ ആ മഹാവിസ്ഫോടനത്തിന് ശേഷം പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രപഞ്ചത്തിൽ വരുന്ന പരിവർത്തനം അത് എല്ലാ കാലവും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 60 കൊല്ലത്തിൽ ഇങ്ങോട്ടായിട്ട് വന്നിരിക്കുന്ന പരിവർത്തനം, അതായത് ടി വി മുതൽ, അല്ല അമേരിക്കയിലൊക്കെ അതിന് മുമ്പേ ടി വി ഒക്കെ വന്നിരുന്നു. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഈ 60 കൊല്ലം കൊണ്ടാണ് ടി വി വന്നത്. പിന്നെ മൊബൈൽ മൊത്തത്തിൽ വന്നിരിക്കുന്നത് അമേരിക്കയിലടക്കം 60 കൊല്ലത്തിനുള്ളിലാണ്. പിന്നെ ജീനുകളുടെ പഠനം നടന്നിരിക്കുന്നത്. പിന്നെ AI വരവോടുകൂടി ലോകം മുഴുവൻ അത്ഭുതത്തോടുകൂടി എല്ലാം കാണാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പം ഈ ലോകത്ത് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 1000 കിലോമീറ്റർ സ്പീഡിലുള്ള ട്രെയിനും മറ്റൊക്കെയാണ് ചൈനയൊക്കെ ഇറക്കാൻ പോകുന്നത്. അതായത് വിമാനത്തിനേക്കാളും വേഗത്തിലാണ് ട്രെയിന് പോകുന്നത്. അത് പാളത്തിലൂടെയല്ല, പാളത്തിന് ടച്ചാവുന്നില്ല. ഇങ്ങനെ എന്തെല്ലാം എണ്ണിയാലൊടുങ്ങാത്തത്ര രൂപത്തിൽ ഈ ടെക്നോളജിയുടെ രംഗത്തായിക്കോട്ടെ, ബാക്കി ഇനിയിപ്പോൾ ചികിത്സാ രംഗത്ത് പോലും ഡോക്ടർമാർ മാറിപ്പോകുമെന്നൊക്കെ പറയുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏതായാലും അത്രയും വലിയ പരിവർത്തനം കാണാൻ നമ്മളൊന്നും ബാക്കിയുണ്ടാവില്ല. ഇപ്പോൾ എന്നെ കേൾക്കുന്ന 10-15 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ അതൊക്കെ കാണാൻ കഴിയും. അത് നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളെ ചിന്തകൾക്കൊക്കെ അപ്പുറമുള്ള പല സംഭവങ്ങളും. അയാളുടെ പ്രസംഗത്തിൽ അയാൾ പറയുന്നത് 18 പണിക്കാരില്ലാതായി പോകുന്നതാണ്. 18 തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പണിയുണ്ടാവില്ലെന്നാണ് പറയുന്നത്. അതായത് ഈ വീട്ടുവേലക്കാർ, സെക്യൂരിറ്റിക്കാർ, അതൊക്കെ റോബോട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങും. അതൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയല്ലോ. ഇങ്ങനെ അപ്പോൾ റോബോട്ട് തന്നെ പലതരത്തിലുള്ള വികസനങ്ങളിലേക്ക് റോബോട്ടിൻ്റെ പരിഷ്കരിച്ച പതിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമല്ലേ. നമ്മൾ തന്നെ പണ്ട് ഞെക്ക് ഫോണല്ലായിരുന്നു. ആ ഞെക്ക് ഫോൺ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു. അതേപോലെ തന്നെ റോബോട്ടിലും ഇത്തരത്തിലുള്ള ഈ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരിഷ്കരണം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ റോബോട്ട് എന്തിനും അത് വെച്ചിട്ടാണല്ലോ ആ റോബോട്ടിനെ കൊണ്ട് ഓപ്പറേഷൻ വരെ ചെയ്യിക്കാമെന്നാണല്ലോ. അല്ലാതെ ഇപ്പോൾ തന്നെ അത് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ വിംസിലടക്കം അങ്ങനെയുള്ള പരിപാടി നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ലോകത്തിൻ്റെ മാറ്റം. അപ്പോൾ അതൊക്കെ കാണാൻ ചെറുപ്പക്കാർക്ക്, ഇപ്പോൾ ഉള്ള 25 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർക്ക് അതൊക്കെ കാണാനുള്ള ഇതുണ്ട്. പിന്നെ നമ്മൾ കണ്ടതിൽ തൃപ്തരാണ്. നമ്മളെ കാലത്ത് ടി വി വന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കാലത്ത് മൊബൈൽ കാണാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റിയതിൽ, ഇതിലൊക്കെ നമ്മൾ തൃപ്തരാണ്. നല്ല വാഹനത്തിൻ്റെ പണ്ട് എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് 40 കിലോമീറ്റർ സ്പീഡിലോടുന്ന ബസ്സും ജീപ്പൊക്കെ ആയിരുന്നു. പിന്നീട് നിലത്ത് നിൽക്കാത്ത രൂപത്തിൽ ഓടിക്കുന്ന കാറുകൾ വന്നു. അങ്ങനത്തെ കാറുകൾ വാങ്ങിക്കാനും പറ്റി. എന്തുകൊണ്ടും തൃപ്തനാണ്. ചില ആൾക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. അത് പിന്നെ അയാൾക്ക് എത്ര കിട്ടിയാലും തൃപ്തിയില്ല. 10 കെട്ടുകൾ 100 മതിയെന്നും. അതാണ്. 100 കിട്ടിയാൽ പിന്നെ 1000 പോയാൽ പിന്നെ 10000, പിന്നെ ലക്ഷം കോടി, ഇങ്ങനെ മാത്രം. അപ്പോൾ ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. പിന്നെ
നോട്ടിൻ്റെ മുകളിൽ നോട്ടെടുത്ത് വെക്കുന്ന ചിന്ത മാത്രമായി. പിന്നെ ഒന്നും ഒരാൾക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞ ദാഹിച്ച വെള്ളം കൊടുക്കില്ല നമ്മളെ കണ്ണൂർ ഭാഷയിൽ. അത് അങ്ങനെ ഒരു വിഭാഗമുണ്ട്, അവരെ കൊണ്ട് രക്ഷയില്ല. ഏതായാലും അത്തരം മനുഷ്യന്മാരാവാതെ ജീവിതം ഈ ലോകത്തിൻ്റെ നമ്മളിപ്പം സമ്പാദിച്ച് വെക്കുന്നതൊക്കെ വെറും കഴമ്പില്ലാത്ത പരിപാടിയാണ്. അതൊക്കെ വരുന്ന തലമുറക്ക് അതൊന്നും ഒരു പൈസയേ ആയിരിക്കില്ല. നമ്മൾ ഇപ്പോൾ ഒറ്റൊരു ഉദാഹരണം പറയാം. ഏതെങ്കിലും അച്ഛൻ കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ചു എന്ന് കൂട്ടുക. അന്ന് അയാൾ ആ സ്വരൂപിക്കാൻ തുടങ്ങുന്ന കാലത്ത് മകൾക്ക് വലിയ രൂപത്തിൽ സ്വർണം മേടിക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ സ്വരൂപിച്ചിട്ടുണ്ടാവുക. അന്ന് 10,000 ഉറുപ്പ്യ അല്ലെ 15,000 ഉറുപ്പ്യ സ്വർണത്തിനുള്ള സമയത്ത്. ഇപ്പോൾ അച്ഛൻ സ്വർണ്ണക്കടയിൽ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ? ഒരു പവൻ പൊന്നിന് 70,000 മിനിമം കൊടുക്കണം. പണിക്കൂലി, പണിക്കുറവ്, VAT, GST എല്ലാം കൂടിയിട്ട് 70,000 ഉറുപ്പ്യ ഇല്ലാതൊരു പവനിങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ അച്ഛൻ 15 ഉറുപ്പ്യ വെച്ചിട്ട് പൊന്നിൻ്റെ കൂട്ടിയിട്ട് ഒരു 10 കൊല്ലം മുമ്പെയുള്ള കഥ. 10 കൊല്ലമില്ല, 5 കൊല്ലം മുമ്പേ അച്ഛൻ കൂട്ടി വെച്ചു മകൾക്ക് വേണ്ടിയിട്ട്. മകള് +2 എത്തിയപ്പോൾ കൂട്ടി വെക്കണം. മോളെ 22 വയസ്സാകുമ്പോൾ, എനിക്ക് പെൺമക്കളില്ല, എന്നാലും ഞാൻ പെൺമക്കളുള്ള അച്ഛൻ്റെ മനസ്സ് കാണുന്ന ആളാണ് ഞാൻ. എൻ്റെ മോളെ 22 വയസ്സാകുമ്പോൾ കെട്ടിക്കണം. അപ്പോൾ ഇതൊക്കെ കുട്ടി കെട്ടാൻ നിൽക്കുമെന്നുള്ള വേറെ കാര്യം. ഇപ്പോൾ പെൺകുട്ടികൾ കല്യാണമേ വേണ്ടെന്നാണ് പറയുന്നത്. അത് വേറെ, അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമ്മളെ സാധാരണ ഒരു തന്തയും മകളും. അപ്പോൾ ഈ മകൾ വളരുമ്പോൾ +2 കഴിയുമ്പോൾ തന്നെ അച്ഛൻ കുറേശ്ശെ മാറ്റി വെക്കുന്നു. നല്ല ഷർട്ട് പോലും ഇടുന്നില്ല. കുപ്പായം മേടിച്ചിട്ടുണ്ടേ ഇല്ല. എന്തായാലും മോക്കൊരു 20 കൊടുക്കണ്ടേ. അപ്പോൾ അച്ഛൻ കുപ്പായൊന്നും മേടിക്കാതെ അച്ഛൻ 5,000 10,000 ഒക്കെ ഒരുക്കി വെച്ചു. നോക്കും ഇപ്പോൾ എന്താണ് അതിനെ കൊണ്ട് കിട്ടുക? അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ശരി, ഈ 5 ലക്ഷം ഉറുപ്പ്യയുള്ള അച്ഛന് എന്ത് പൊന്നാണ് മോക്ക് മേടിച്ചു കൊടുക്കുക? 7 പവൻ പൊന്ന് മേടിച്ചു കൊടുക്കാം അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പോൾ അച്ഛൻ്റെ മോഹൽ എവിടെ പോയി? അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവുമോ 20 പവൻ പൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 14 ലക്ഷം വേണ്ടി വരുമെന്ന് 5 കൊല്ലം മുമ്പേ പോലും ചിന്തിച്ചില്ല. അതാണ് നമ്മളെ ചിന്തകൾക്കൊന്നും. ഇതൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ കണക്കൂട്ടിയാൽ കൂടുന്ന ലോകമല്ല ഇന്നത്തേത്. അത് പണ്ട് അങ്ങനെ കൂട്ടിയാലൊക്കെ കൂടുമായിരുന്നു എല്ലാ വിഷയത്തിലും. ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതമൊന്നും ആസ്വദിക്കാതെയും ഒരു യാത്ര പോകാതെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു കുപ്പായം മേടിച്ചിടാതെയും ഇങ്ങനെ ജീവിച്ച് തീർക്കുകയാണ് പലരും. അത് ഈ വിഡ്ഢികളുടെ ജീവിതമാണെന്നാണ് പറയുന്നത്. ഞാൻ ഏതായാലും വിഡ്ഢിയാകാൻ തയ്യാറല്ല, ഇന്ന് വരെ തയ്യാറായിട്ടുമില്ല, നാളെ അതിനോട്ട് താല്പര്യവുമില്ല. വിഡ്ഢിപ്പട്ടികയിൽ വരാൻ നാളെ അയാളൊരു പൊട്ടനായിരുന്നു എന്ന് പറയാൻ, അങ്ങനെ കേൾപ്പിക്കാൻ താല്പര്യപ്പെടാത്ത മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നന്നായിട്ട് ജീവിക്കുക. ലോകത്തിനെ ഒന്നും മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. ലോകം നമ്മൾ ചിന്തിക്കുന്നത് പോലെയും ആയിരിക്കില്ല ഇനി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജീവിതം നന്നായിട്ട് ജീവിക്കുക. നാളത്തെ കാര്യമൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത് കുറേയും കൂടി വലിയ കടന്ന ചിന്തയിൽ ഞാനൊക്കെ കാണുന്നുണ്ട്. ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളൊക്കെ വരും. അതിനൊന്നും വലിയ കാലതാമസമൊന്നുമില്ല. ലോകമെന്നും ആധിപത്യത്തിന് വേണ്ടിയായിരുന്നല്ലോ. അത് വ്യക്തികളായിക്കോട്ടെ, ഗോത്രങ്ങളായിക്കോട്ടെ, രാജ്യങ്ങളായിക്കോട്ടെ, ആധിപത്യത്തിന് വേണ്ടിയാണല്ലോ എല്ലാം കളി. വ്യക്തിക്ക് വ്യക്തിയുടെ മേലെ ആധിപത്യം നടത്തണം. പണ്ട് മുതലേയുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള അതിന് ജാതിയുടെ പേരും മതത്തിൻ്റെ പേരും പറയണം. ഇങ്ങനെ പല രൂപത്തിലല്ലേ. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞുകൊണ്ട്, പണ്ട് ആട്ടിൻകുട്ടിയോട് ചെന്നായ പറഞ്ഞ പോലെ, നീയല്ലടാ എൻ്റെ കുടിക്കാനുള്ള വെള്ളം കലക്കിയത്? ഇല്ല, ഞാൻ പുഴ ഇറങ്ങിയിട്ടേ ഇല്ല.
ഞാൻ പുഴയിൽ ഇറങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ പറയുന്നത് ആട്ടിൻകുട്ടി ചോദിക്കുന്നു. നീ തന്നെയാണ് കലക്കിയത്, എനിക്ക് നീ മേലേന്ന് കലക്കിയോണ്ട് എനിക്ക് താഴേന്ന് കുടിക്കാൻ പറ്റുന്നില്ല. അന്നേരവും ആട്ടിൻകുട്ടി പറയുന്നു, ഇത് നോക്കൂ, എൻ്റെ ശരീരത്തിൽ വെള്ളമില്ല, ഞാൻ പുഴയിൽ ഇറങ്ങിയെങ്കിൽ എൻ്റെ ശരീരത്തിൽ വെള്ളം കാണില്ലേ, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആണ് പറഞ്ഞത് അവസാനത്തെ ഡയലോഗ്, നീയല്ലേ എൻ്റെ അച്ഛനായിരിക്കും കലക്കിയിട്ടുണ്ടാവുക. ആട്ടിൻകുട്ടിയെ തിന്നണം, അത്രയേ വേണ്ടൂ. അതിനൊരു ന്യായം പറയണമല്ലോ. ചെന്നായിക്ക് നോക്കും വേറെ ന്യായമൊന്നും കിട്ടുന്നില്ല. ഓ, നീ കലക്കിയിട്ടില്ല അല്ലേ, എന്നാൽ നിൻ്റെ അച്ഛൻ കലക്കി കാണും. അതാണ് അതാണ് ഈ ന്യായം. ഈ ന്യായം തന്നെയാണ് ഇപ്പോൾ ട്രംപൊക്കെ പറയുന്നത്, അതാണ് ന്യായം. അയാളുടെ മരുമോന് എന്തോ അവിടെ താല്പര്യമുണ്ട്, ഇവിടെ ഇസ്രായേലിൽ, പലസ്തീനിൽ എന്തൊക്കെയോ അയാൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ജൂതനായ മരുമോന് വേണ്ടിയാണെന്നാണ് പറയുന്നത് കേട്ടെ. ജൂതന്മാരാണല്ലോ പണ്ട് മുതലേ. അതിപ്പോൾ ഇലോൺ മസ്ക് ആയിക്കോട്ടെ, നമ്മളെ സുക്കർ സായിപ്പായിക്കോട്ടെ, സുക്കർ അണ്ണൻ എന്ന് നമ്മൾ വിളിക്കുന്ന സക്കർബർഗ് എന്നൊക്കെ വിളിക്കും അയാളെ, ഫേസ്ബുക്കിൻ്റെ മുതലാളി. അവരൊക്കെ ജൂതന്മാരാണല്ലോ. ജൂതന്മാരായിരുന്നല്ലോ എന്നും ഭൂമിയെ അടക്കി ഭരിച്ചത്. അവരുടെ ശക്തിയൊന്നും ഇന്നും കുറഞ്ഞിട്ടില്ല. അതൊക്കെ വെറുതെ തോന്നല, അവർക്ക് പണം മാത്രമാണ്. പണത്തിൻ്റെ ഇയാൾ ട്രംപ് ജൂതനല്ല, അയാളെ മരുമോനാണ് ജൂതൻ. അപ്പോൾ ഇവർക്കൊന്നും, ജൂതന്മാർക്കൊന്നും അന്നും ഇന്നും, അവർ 100-400 വർഷമായിട്ട് ലോകത്തെങ്ങും കുത്തക വ്യാപാരത്തിൻ്റെ താല്പര്യങ്ങൾ, ഇതല്ലാതെ വേറെ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ഇനിയത്തെ ലോകം. അതിനുവേണ്ടി ആധിപത്യങ്ങൾ വരും, വൻ ശക്തിയാകാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി അമേരിക്ക മറ്റൊരു കളി കളിക്കുമ്പോൾ അതിനെ ചൈന തീർച്ചയായിട്ടും തടുക്കും. അതുകൊണ്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. മോഹിച്ച് കുത്തിരിക്കൊന്നും വേണ്ട ആരും. അതൊക്കെ വെറും തെറ്റായ കാഴ്ചപ്പാടുകളാണ്. ലോകം അതിഭീകരമായ പൊട്ടിത്തെറിയുടെയൊക്കെ വക്കിലാണ്. ഇവർക്കൊക്കെ എല്ലാവർക്കും ആധിപത്യത്തിൻ്റെയും ധനപരമായ നേട്ടത്തിൻ്റെയും മറ്റൊക്കെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കണം. ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ സാമ്പത്തികമായ ഘടകം ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാതെ, ഈ ലോകം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയാതെ വെള്ളത്തിൽ കിടക്കുന്ന കിണറ്റിൽ കിടക്കുന്ന തവളക്കുഞ്ഞിനെ പോലെ ആയിപ്പോവരുത്. അതുകൊണ്ട് തന്നെ ഇന്നിൽ ജീവിക്കുന്നതിൽ അതിന് കുറക്കാൻ പാടില്ല, ദുഃഖിച്ചു പോകും. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കടക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ കൂടി അങ്ങനെ അതിലപ്പുറത്തേക്ക് പറയാൻ എനിക്ക് അവകാശമില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇന്ന് കാസർഗോഡിൻ്റെ കഥ പറയാമെന്ന് വിചാരിക്കും. കാസർഗോഡ് എന്താണ്? കാസർഗോഡിന് 3-4 കാര്യങ്ങൾ കാസർഗോഡ് പ്രത്യേകമായിട്ടുണ്ട്. എൻ്റെ ധാരാളം പ്രേക്ഷകർ കാഞ്ഞങ്ങാട് അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ കാസർഗോഡ് ജില്ലയിൽപ്പെട്ടവരുണ്ട്. കാസർഗോഡിന് ഒന്ന് മാലിക് ദിനാർ പള്ളി, അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത് അത് ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതയുള്ള പള്ളിയാണ് മാലിക് ദിനാർ പള്ളി. അത് അങ്ങനെ ഒരു കക്ഷി ഇവിടെ വന്നിരുന്നു ഇന്ത്യയിൽ, മാലിക് ദിനാർ എന്നുള്ള അദ്ദേഹം ഒരുപാട് പള്ളികളൊക്കെ പണി കഴിപ്പിച്ചു. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. മറ്റൊന്ന് സിദ്ധിവിനായക ക്ഷേത്രം മധൂര്. അവിടെ 3-4 തവണ ഗണപതിയെ ദർശിക്കാൻ സാധിച്ചു. കേരളത്തിലെ 5 പ്രധാന ഗണപതി ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് മാലിക് ദിനാർ, ഈ മധൂർ ഗണപതി ക്ഷേത്രം. മധൂർ ഗണപതി ക്ഷിപ്രസാദിയാണ്. പോയി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അടയാളം കാണിക്കുന്ന ഒരു സ്വഭാവം
ആ ഗണപതിക്കുണ്ട്. ഞാൻ ഏതൊക്കെ തവണ പോയി പറഞ്ഞോ അതൊക്കെ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. സിദ്ധി വിനായകൻ എന്നാണ് അത്. അതിൽ തന്നെ നമ്മൾ എന്താണോ നമ്മുടെ ആഗ്രഹിക്കുന്ന ഇത് സിദ്ധിവിനായകൻ്റെ പ്രത്യേകതയാണത്. അപ്പം അതുകൊണ്ട് ഗണപതി ഭക്തന്മാരല്ലേ ഈശ്വരവിശ്വാസികൾ ഒരു തവണയെങ്കിലും ദർശിക്കേണ്ട ക്ഷേത്രമാണ്. മൂകാംബികയിലൊക്കെ പോയിട്ട് വരുമ്പോൾ വളരെ എളുപ്പമാണ്. വിദ്യാനഗർ എന്ന് പറഞ്ഞ് കാസർഗോഡ് നിന്ന് അവിടുന്ന് ഇടത്തോട്ടേക്ക്, അതല്ല അത് കാസർഗോഡ് ടൗൺ എത്തുന്നതിന് മുമ്പേ 2 കിലോമീറ്റർ മുമ്പേ ഇടത്ത് വശത്തേക്ക് ഒരു റോഡും ഈ ക്ഷേത്രത്തിലേക്കുണ്ട്. ഈ 2 വഴിയിലും നമുക്ക് പോകാം. ഇപ്പോൾ അവിടെയൊക്കെ ഈ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമുക്ക് എത്തിച്ചേരുന്നതിന് പ്രയാസമില്ല. മൂന്നാമത്തെ കാസർഗോഡിൻ്റെ പ്രത്യേകത ഈ കുള്ളം പശുവാണ്. കാസർഗോഡ് കുള്ളൻ എന്ന് അറിയപ്പെടുന്ന പശു. ആ പശുവിൻ്റെ പാലിന് നമ്മൾ കോട്ടയം വെച്ചൂർ പശുവിനെ പോലെ ഒരു പ്രത്യേകതയുള്ള ശരിയായ എന്തോ ഒരു അത്രമാത്രം ജീൻ ശുദ്ധി ഉള്ള പശുക്കളാണത്. കാസർഗോഡ് കുള്ളൻ എന്ന് പറയും. വളരെ ചെറിയ പശുക്കളാണ്, കുറച്ച് പാലേ കിട്ടും. അതേപോലെ പോറ്റാനും അത്രയേ ചിലവുള്ളൂ. കുറച്ച് പച്ചപ്പുല്ല് ഉണ്ട്, ശങ്കരാടി പറഞ്ഞ പോലെ ഇത്തിരി പുണ്ണാക്ക്, ലേശപ്പുല്ല് അത്രയൊക്കെ മതി. എല്ലാം ലാഭം തന്നെ. മോഹൻലാലിനെയും ശ്രീനിവാസനെയും പറ്റിക്കുന്ന ആ രംഗം ഓർമ്മയില്ലേ? അതേപോലെയാണ് ശങ്കരാടി പറഞ്ഞ പോലെ ലേശം അതേപോലെ എന്തെങ്കിലും കൊടുത്താൽ മതി. മറ്റേ ജേഴ്സി പശുവിനെയൊക്കെ പോറ്റണമെങ്കിൽ എത്ര ഭക്ഷണം വേണം? അല്ല, അതിന് കണക്കായിട്ട് പാലും തരും. 60 ലിറ്റർ 70 ലിറ്ററൊക്കെ തരുന്ന പശുവില്ല. ഇതത്രയൊന്നും തരില്ല. ഇതൊരു ചെറിയ ആട്ടിൻ്റെ വലിപ്പമേ ഉണ്ടാവും. ഒരാട് എത്ര വലിപ്പം അത്രയേ ഉള്ളൂ. നല്ലൊരു മുട്ടനാടിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടാവൂ ഈ പശുവിന്. അപ്പോൾ അതാണ് കാസർഗോഡ് കുള്ളൻ. വെച്ചൂർ പശു അങ്ങനെ തന്നെ. അപ്പോൾ സാങ്കേതിക തടസ്സം വന്നതാണ്. ഏതായാലും വെച്ചൂർ പശു പിന്നെ അതിൻ്റെ പാലിനും വലിയ ഔഷധ ഗുണമുണ്ട്. പിന്നെ ഒരു പശു ഉള്ളത് അങ്ങനെ ഉള്ളൊരു ശരിക്കും അത്തരം എന്താണ് ഒരു ദിവ്യത്വമുള്ള പശുവായിട്ട് പറയുന്നത് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പാല് കൊണ്ടുവരുന്ന ഒരു ഗ്രാമമുണ്ട് അതിൻ്റെ അടുത്തുള്ള. ആ ഗ്രാമത്തിലെ പാല് മാത്രമേ, ആ ഗ്രാമത്തിലെ പശുക്കളെ പാല് മാത്രമേ തിരുപ്പതി ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറുള്ളൂ. ഒരു കോൾ ഉണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മട്ടന്നൂർ. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 28/7/94. രാവിലെ 7 മണി. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി ആരുടേതാണിത്? എന്റെ തന്നെയാണ്. എന്താണ് അറിയേണ്ട വിഷയം? വീടെടുക്കണം എന്നുണ്ട്. ശരി, വീടെടുക്കാലോ. അതിനെന്താണ്? ശുക്രദശ തുടങ്ങി, ശുക്രൻ്റെ നല്ല കാലം ഇനി വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും ഈ വർഷം കഴിയുന്നതോടുകൂടി കൂടുതൽ നല്ല ഫലങ്ങളാണ്. പിന്നെ ജാതകപ്രകാരവും 9ാം ഭാവാധിപൻ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. 4ാം ഭാവാധിപൻ 2ാം ഭാവത്തിൽ
ഭാവത്തിൻ്റെ 11 എന്തുകൊണ്ടും ഭവന സംബന്ധമായിട്ട് വളരെ നല്ല ഫലങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് നോക്കിക്കോളൂ. ഒരു അത് നിങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല ഭവനം പണിയാനും പറ്റും, വേഗത്തിലും പണിയാൻ പറ്റും. എന്താണ് ഒരു ശബ്ദക്കുറവ്? എവിടെ? അല്ല, അതെ, ഞാൻ പറഞ്ഞാലും പിന്നെ അതെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഒരു ഭാഗത്ത് ഏറെ ശനിയുണ്ട്, അതുകൊണ്ട് അത് ഒരു ഭാഗത്ത് ഉണ്ടാവും. അതിൻ്റെ ദോഷങ്ങൾ, ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വരും. പക്ഷേ ഈ ദശ മഹാദശ ശുക്രൻ്റെ ആയതുകൊണ്ട് അതിനെയൊക്കെ മറികടന്ന് പോയി ചെറിയ തടസ്സങ്ങളൊക്കെ വന്നാലും അതൊക്കെ അങ്ങോട്ട് ഇല്ലാതായി പോകും. ഞാൻ പറഞ്ഞത് അല്ല, അത് ഏറെ ശനിയുടെ ഫലം ആണ്. ഇപ്പോൾ ഉള്ള ഈ വർഷവും കൂടി ഞാൻ പറഞ്ഞല്ലോ, ശുക്രൻ്റെ ഗുണം 25 10-ാം മാസം മുതലാണ് അനുഭവിക്കുക. ഇപ്പം മനസ്സിനും ടെൻഷനാണ്, ഒരു മനസ്സിന് സന്തോഷമില്ലാത്തൊരവസ്ഥയുണ്ടാവും. അത് പിന്നെ പറയണോ, മനസ്സിന് സന്തോഷം പോവല്ലോ. അച്ഛൻ പോയാൽ പിന്നെ അച്ഛൻ തന്നെയല്ലേ, അച്ഛനെ പകരം ആരും. അച്ഛനെല്ലാം പോയാലല്ലേ അച്ഛൻ്റെ ഒക്കെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ മനസ്സിന് വിഷമവും പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. പ്രത്യേകിച്ചും മകള് അച്ഛനുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാവുമല്ലോ. ഈ ജാതകപ്രകാരം മകൾ അച്ഛനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. ലഗ്നാധിപൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു, 9-ാം ഭാവാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുന്നു, സൂര്യൻ ലഗ്നത്തിൽ ഉദിച്ചിരിക്കുന്നു. അച്ഛനുമായിട്ട് നല്ല ആത്മബന്ധമുണ്ട് എന്ന് പോലും പറയാം. അപ്പോൾ പിന്നെ നല്ല വിഷമം ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ പിന്നെ പ്രകൃതിയുടെ നിയമമാണ്. അതൊന്നും പിന്നെ ആർക്കും അതിനകത്ത് മറികടന്ന് പോകാനൊന്നും പറ്റില്ല. നമ്മൾ ജാതസ്യകി ധ്രുവവും മൃത്യു ധ്രുവം ജന്മമുദസ്യ തസ്മാത് അപരിഹാര്യർത്യ നത്തും ശോചിതും അർഹസി എന്നല്ലേ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. ജനിച്ചവർക്കെല്ലാം മരണമുണ്ട്, മരിച്ചവർക്കെല്ലാം ജനനമുണ്ട്, അതിന് പരിഹാരമില്ല, അതിൽ ദുഃഖിക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ ഭഗവാൻ പറഞ്ഞാണേ, ഞാൻ പറഞ്ഞതല്ല. നമ്മൾ പക്ഷേ പച്ച മനുഷ്യരെ ദുഃഖിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ അല്ലാതെ അങ്ങനെയല്ല. പിന്നെ നൈനം ചിന്തന്ത് ശസ്ത്രാണി നൈനം ദഹതി പാപകാന ചൈനം ക്ലേതേന്ദ്യോപന ശോഷയതി മാരുത എന്നും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആത്മാവിനെ വാളുകൊണ്ട് മുറിക്കാനോ തീ കൊണ്ട് കത്തിക്കാനോ ഒന്നും സാധിക്കില്ല, വെള്ളം കൊണ്ട് നനക്കാനോ കുതിർക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അത് ആത്മാവ് നിത്യനും നാശരഹിതനുമാണ് എന്നും ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്ല വലിയ വലിയ ആൾക്കാർ പറഞ്ഞ ഡയലോഗൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് സമാധാനപ്പെടുക, വേറെ ഇപ്പോൾ ഒരു വഴിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പിന്നെ കർമ്മങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യുക. അച്ഛൻ്റെ അനുഗ്രഹം മകൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ. ഏതായാലും വീട് അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണല്ലോ മകളെ പുതിയ വീട് എടുക്കുന്നത്. അപ്പോൾ അത് വേഗം തുടങ്ങിക്കോളൂ. അടുത്ത കൊല്ലം കൊണ്ട് തുടങ്ങിയ 2 വർഷം കൊണ്ടും പൂർത്തീകരിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഹലോ, കോള് കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ കാസർഗോഡിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. പിന്നെ സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ്. 7 ഭാഷ അവിടുത്തെ ഉള്ളവർ പറയും. അത് മലയാളം, കന്നഡ, തുളു, ഇങ്ങനെ 7 ഭാഷകൾ. അത് അങ്ങനെയാണ് അവർ. കൊങ്ങിണി, ഇങ്ങനെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നൊരു പേരും കൂടി കാസർഗോഡിനുണ്ട്. അപ്പോൾ എത്ര കാര്യമായി. പശുവായി, മാലിക് ദിനാർ പള്ളിയായി, മധൂർ ഗണപതിയായി, സപ്തഭാഷാ സംഗമം. അവസാനം വന്നതാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന കാസർഗോഡ് ഷർട്ട്. മനസ്സിലായല്ലോ. അങ്ങനെ കാസർഗോഡിന് മാത്രം ഒരു ഷർട്ടും ഉണ്ട്. കാസർഗോഡുകാർക്ക് ഒരു പ്രത്യേക ഷർട്ട്. കഴിഞ്ഞ തവണ മൂകാംബി പോയി വരുമ്പോൾ അത് കണ്ടപ്പോൾ അതും മേടിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു. ചത്ത് കഴിഞ്ഞാൽ ഒന്നും ഇടാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പോഴല്ലേ എല്ലാ വേഷവും കെട്ടാൻ പറ്റും. വേഷമെനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവൽ ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്യുന്നത് വിധേയനൻ കൃത്യമെന്നല്ലേ കവിവാക്യം. എനിക്ക് വെച്ച വേഷം എന്ത് വേഷം എനിക്കെന്തെന്ന് വിധിപ്പത്. എനിക്കൊരു ജ്യോത്സ്യൻ്റെ വേഷമാണ് വെച്ചത്. ആ ജ്യോത്സ്യൻ്റെ ഷർട്ടൊന്നുമല്ല ഇത്, ഞാൻ മാറി മാറി കളിക്കുന്നതാണ്. വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവൽ ചിത്തം, അത് നിൻ്റെ മനസ്സാണ് ഭഗവാനെ. പിന്നെയോ
വിശ്വപ്രിയമായി നടനം ചെയ്യുന്നത് സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് ജീവിച്ച് തീർക്കേണ്ടത് വിധേയൻ കൃത്യം എൻ്റെ നിനക്ക് വിധേയനായ എൻ്റെ കടമയാണ് എന്നാണ് ആ വരികളുടെ അർത്ഥം. അങ്ങനെയല്ല ഇന്ന് പലരും ചെയ്യുന്നത്. വേറെ കാര്യം, സമൂഹത്തിന് നന്നാകണമെന്ന് പറഞ്ഞ് നടക്കുന്നവൻ അത് ചെയ്യാതിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നു. ഇങ്ങനെ ആരും അവരവരുടെ കർമ്മം യഥാവിധി ചെയ്യുന്നില്ല. അതിൻ്റെ കുഴപ്പങ്ങൾ സമൂഹത്തിൽ ധാരാളമായിട്ടുമുണ്ട്. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ തളിപ്പറമ്പ്. എവിടെ? തളിപ്പറമ്പ്, പറഞ്ഞോളൂ. 2000 ജനുവരി 21 പുലർച്ചെ 1:30. പുണർദം നക്ഷത്രം ആരുടേതാണ്? ഇത് മോന്റെ ഭാര്യന്റെ. എന്താണ് അറിയേണ്ട വിഷയം? ജോലിന്റെ അറിയാം. ജോലി ഇപ്പം ചെയ്യുന്നില്ലേ? ഇപ്പൊ താൽക്കാലികമായിട്ട് പോകുന്നുണ്ട്. അതെ. പിന്നെ ഇപ്പം നടക്കുന്നത് ബുധൻ്റെ ദശയാണ്. അപ്പോൾ ഈ ദശയിൽ പണി കിട്ടിയില്ലേ പിന്നെ ഏതാണ്? ഇപ്പം ശുക്രൻ്റെ അപഹാരം നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ജനുവരി 14 ആരംഭിച്ചത് ശുക്രൻ്റെ അപഹാരം. ഇനിയൊരു 2-2.5 വർഷത്തിനുള്ളിൽ നല്ലൊരു ജോലി കിട്ടുമെന്നാണ് കാണുന്നത്. ടീച്ചിങ് ഇപ്പം പിന്നെ ടെമ്പററി ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവും അല്ലേ? കരാർ അടിസ്ഥാനത്തിൽ. അപ്പോൾ നിങ്ങൾ പിന്നെ പൈസ കൊടുത്ത് കയറാനാണോ നോക്കുന്നത് അതോ മറ്റേ രൂപത്തിലാണോ? PSC കളിച്ചാലും കിട്ടും, അതിനും കിട്ടും. കാരണം യോഗം നല്ല സമയമാണ്, നല്ല യോഗമാണ്. അതാണല്ലോ പ്രധാനം. പിന്നെ 10ാം ഭാവത്തിൽ ഭാവാധിപൻ നിൽക്കുന്നു. കേസരി യോഗം പോലുള്ള യോഗങ്ങളുണ്ട്. എല്ലാം കൊണ്ടും നല്ല നിലയിൽ തന്നെയാണ് കാണുന്നത്. ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒന്ന് ഭാഗ്യത്തിന്റെ കുറവുണ്ട്. അത് വേണമെങ്കിൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് നേരിട്ട് കാണുന്നത് നല്ലതാണ്. ഭാഗ്യാധിപൻ അല്ല, ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചിട്ട് പോകുന്നല്ലേ നല്ലത്. പല തോണിയിലും PSC ആണോ വിദേശമാണോ അതൊക്കെ ഉറപ്പിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഏതെങ്കിലും പല തോണിയിലും സഞ്ചരിക്കാൻ പാടില്ലല്ലോ. അത് അത്ര കുഴപ്പം ചെയ്യുന്ന പരിപാടിയല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഒറ്റ തോണിയിൽ കൂടെ ഇത് മാഷപണിയാണ്. അയാൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ അതിൽ തന്നെ പോയാൽ മതിയല്ലോ. ഒരു സ്ഥിരതയുണ്ടല്ലോ. ഈ പുറത്തുള്ളതിനൊന്നും ഇപ്പം അമേരിക്കക്കാരെ കുറേ എണ്ണത്തിന് ഇങ്ങോട്ട് കയറ്റി വിട്ട പോലെ അതൊന്നും ഇപ്പം സ്ഥിരതയില്ല. എന്തും സംഭവിക്കാം. എല്ലാ സ്ഥലത്തും ദേശീയവാദങ്ങളൊക്കെ ഉയരുകയാണ്. അപ്പോൾ നാളെ സൗദിയിൽ വന്നുകൂടാന്നില്ല, അല്ലെങ്കിൽ ദുബായിൽ വന്നുകൂടാന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ല. അവിടെയും പഠിച്ച പിള്ളേരൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുവൈത്തൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇനി പുറത്തേക്കെന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ ആ കാലെല്ലാം പോയി. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പോയാൽ മതി. പിന്നെ യൂറോപ്പിലൊക്കെ ഇപ്പോൾ ഒരുപാട് ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെറുപ്പക്കാരാണ്, അവരുടെ ലോകം വിശാലമാണ്. അതെല്ലാം അവർ തന്നെ തീരുമാനിക്കട്ടെ. 25 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ ഞാൻ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് തന്നെ അറിയാം. മോളാ? സോറി. അത് ശരി. അത് ഞാൻ വിട്ടുപോയി. മോളാണെങ്കിൽ പിന്നെ മോൻ്റെ ഭാര്യയാണെങ്കിൽ പിന്നെ ഇവിടെ തന്നെ മതി. മതി. പെൺകുട്ടികൾക്ക് ഇത് തന്നെയാണ് നല്ലത്. ഇനി ഒരു അവിടെയെല്ലാം പോയി റിസ്ക് എടുത്ത് എല്ലാം വലിയ ഇവിടെ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അവളുടെ ഇഷ്ടമല്ലേ.
അവൾക്ക് ഇതന്നെ ഇഷ്ടം. പക്ഷെ ഇടക്കൊന്ന് മോൻ ദുബായിലാണ്. അതൊന്ന് പോയിക്കോട്ടെ, അത് പോവാതെ എങ്ങനെയാണ്? അതിപ്പോ നാളെ വേണമെങ്കിൽ പോയിക്കൂടെ? അതുപോട്ടെ. ഇവിടെ തന്നെ ശ്രമിച്ചാൽ പിന്നെ ഭയങ്കര കെട്ടിയോനല്ലേ നിങ്ങളുടെ മകൻ? ആരാപ്പാ ഭയങ്കരനല്ലേ? ജീവിതം നല്ലതായിരിക്കും അല്ലേ? പിന്നെ അല്ല, ഇവളെ ജാതകം വെച്ചിട്ട് ഇവളെ ഭർത്താവ് കൊമ്പനായിരിക്കും എന്നുണ്ടല്ലോ. പിന്നെ മനസ്ഥാനത്താണ് താനും, നല്ല ബന്ധമുണ്ടല്ലോ ഇവര് തമ്മിൽ, നല്ല അറ്റാച്ച്മെന്റ് ആണ്. അതൊക്കെ ധാരാളമാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാം നന്നായി വരും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ഓരോരോ കാരണങ്ങളുണ്ടാക്കി ഓരോരോ കാര്യങ്ങൾ പറയാന്നല്ലാതെ കാസർഗോഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. ഏതായാലും ദേവിയുടെ കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. എന്താ ജാലാകരാളമത്യുഗ്രമതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അസുരാസികസപങ്കജസിക്കരു ജലശുഭായകൾ ഗോപചണ്ഡികത്തിനതാവയും. അല്ലയോ ചണ്ഡികാദേവി, അസുരന്മാരുടെ രക്തവും മേധസ്സുമാകുന്ന ചെളി പറ്റിയിരിക്കുന്നതും നിന്ദിര വഴിയുടെ കയ്യിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതുമായ വാൾ ഞങ്ങളുടെ മംഗളത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അസുരാസിക സാ പങ്കജസേകരുജ്വല ശുഭായ ഗഡ്ഗോ ഭവതു ചണ്ഡികത്തുന്നതാവയം. അതായത് ദേവിയെ നമ്മൾ വാളില്ലാതെ സങ്കല്പിക്കാൻ പറ്റില്ല. ദേവിയും വാളും തമ്മിൽ അത്രമാത്രം അഭേദ്യമായ ബന്ധമാണ്. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും എല്ലാ ദൈവങ്ങളുടെ കയ്യിലും ആയുധങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത ഒരാളുമില്ല. വിഷ്ണു ആണെങ്കിൽ സുദർശനം പിടിച്ചിട്ടാണ് നടക്കുന്നത്, ശിവനാണെങ്കിൽ തൃശ്ശൂലാണ്. ആർക്കും ആയുധങ്ങളില്ലാതെ ഒരൊറ്റ ആളുമില്ല. മറ്റേ സുബ്രഹ്മണ്യനാണെങ്കിൽ വേൽ മുരുകൻ എന്നാണ് പേര് തന്നെ, വേലാണ് ആയുധം. അപ്പം ഇത് നമ്മളെ ദൈവങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കെല്ലാം നമ്മൾ കടന്നു പോകണ്ട. അതിനൊക്കെ സിംബോളിക്കായിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ദേവിയുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളെക്കുറിച്ചും കൃത്യമായ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നൊക്കെ അതിനൊക്കെ പിന്നെ എന്താ പറയുക, പുതിയ നരേറ്റീവ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ പരമ്പരാഗതമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഇൻ്റർപ്രട്ടേഷനും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നടത്തി വച്ചിട്ടുണ്ട്. ഇനി ഏത് കാര്യത്തിനും പുതിയ നരേഷൻ വരും. അത് ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാലഘട്ടം മാറുമ്പോൾ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ യൂട്യൂബിലുള്ള, ഞാൻ പണ്ടേ പറയുന്നത് പോലെ യൂട്യൂബിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ, അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ വാള് ദേവി അസുരനിഗ്രഹം എന്ന് പറഞ്ഞാൽ തിന്മയെ ജയിക്കുക എന്നുള്ളത് നമുക്ക് മിനിമം ഭാഷയിൽ ഉപയോഗിക്കാം. അതിന് വാൾ ഉപയോഗിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പം ഏതൊരു നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണല്ലോ അത് അന്ന് അസുരന്മാരും ദേവന്മാരും ആയിട്ട് അങ്ങനെ സങ്കല്പിച്ചു. ഇന്നും അതേ സംഭവം ഇന്നും നടക്കുന്നുണ്ടല്ലോ. നന്മയുള്ളവരും തിന്മയുള്ളവരും തമ്മിലുള്ള ഏതൊക്കെ തരത്തിലുള്ള തിന്മയാണ് നമ്മൾക്ക് ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം ഏതെല്ലാം തരത്തിലുള്ള നിഷ്ഠൂരമായ കാര്യങ്ങളാണ് മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്നത്. കയ്യും കണക്കുമുണ്ടോ? ഇത് അന്ന് അസുരനെ കണ്ടാൽ തിരിയുമായിരുന്നു. അവന് കൊമ്പൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടില്ല അസുരനെ ഇങ്ങനെ കൊമ്പൊക്കെ ഉള്ള കറുത്തിട്ട്. ഇന്ന് അങ്ങനെയല്ല, എല്ലാവരും നല്ല യോഗ്യന്മാരാണ്. ഉള്ളിലാണ് ആസുരീയ ചിന്താഗതിയും ദൈവിക ചിന്താഗതിയൊക്കെ ഉള്ളിലാണ് വരിക. ചില ആളെ കണ്ടാൽ കുളിക്കണമെന്ന് പറയുന്നില്ലേ? കണ്ടാൽ നല്ല സുന്ദരനായിരിക്കും, പക്ഷെ കണ്ടാൽ കുളിക്കണം. നമ്മൾ അത്ര ദുഷ്ടതയും വെച്ചിട്ടാണ് നടക്കുക.
നേരം വെളുത്താൽ ഇന്ന് ആർക്ക് പണി കൊടുക്കണം, ഈ ഒരൊറ്റ ചിന്ത മാത്രം. ഒരു പണിക്കും പോവില്ല, പണി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചിന്ത. അതേപോലെയാണ് ഇവിടെ പറയുന്നത്, ഈ അസുരന്മാരുടെ രക്തവും മേധസ്സുമാകുന്ന ചെളി പറ്റിയിരിക്കുന്നതും. അപ്പോൾ അവരെ വധിക്കുമ്പോൾ അവരുടെ മേധസ്സും രക്തവും ഒക്കെ വാളിൽ പറ്റുമല്ലോ, അത് വധിക്കുന്നതും. പിന്നെ നിന്ദ്രയുടെ കൈ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതുമായ, ദേവിയുടെ കയ്യിലെ വാൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പിന്നെ എന്താണ് ഏറ്റവും വലിയ വാളാണ് നമ്മളെ MGR മൂകാംബിക അമ്മക്ക് 126 പവൻ്റെ വാള് ദേവിക്ക് സമർപ്പിച്ചു എന്നും സമർപ്പിച്ച MGRന് മരണം വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നുള്ളതും അത് ചരിത്രത്തിലുള്ള കാര്യമാണ്. വെറും 50 കൊല്ലം മുമ്പേ നടന്ന കാര്യമാണ്. മൂകാംബികയിൽ ഇന്നും ഭക്തന്മാർ പറഞ്ഞു നടക്കുന്ന കാര്യമാണ് നമ്മുടെ മൂകാംബിക അമ്മക്ക് MGR കൊടുത്ത വാളിൻ്റെ കഥ. അപ്പോൾ അതൊന്നും പറയാൻ ഇന്ന് നേരെയല്ലേ, ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വാളും ദേവിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. ആ വാള് ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അടുത്ത തവണ നമുക്ക് കൂടുതൽ മന്ത്രങ്ങളിലേക്കും മറ്റൊക്കെ കടക്കാം. ഇന്നിവിടെ സമയം തീരുകയാണ്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ ജാതക പരിശോധന മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ. ജാതകം പരിശോധിക്കേണ്ടവർക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് തന്നെ വന്ന് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നേരിട്ട് വരാൻ സൗകര്യമില്ലാത്തവർക്ക് ഓൺലൈനിൽ വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് ഫലമറിയാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. പരിഹാരം ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വിശ്വാസികൾക്ക് വരാം, വിശ്വാസമില്ലാത്തവർ അതിന് തുനിയരുത് എന്നും പ്രത്യേകം പറയുന്നു. ഒക്കെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിപ്പം ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിലും അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. വിശ്വാസമുള്ളവർക്ക് ബലമുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, അത്രമാത്രം. ഏതിനും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.